നമസ്കാരം. ജസ്റ്റ് ലോയിസ് ആണ്. ഡബ്ലിൻ മല്ലൂരിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നത് ഉറപ്പായിട്ട് പോയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റും ഒക്കെ നിങ്ങൾ അറിയിക്കണം കേട്ടോ. സോ നിങ്ങളുടെ ഈ ചെറിയ ചാനലിലൂടെ കുറേ വീഡിയോസ് ഒക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും കൃപാസന സംബന്ധമായിട്ടുള്ളതും ഫുഡ് ആൻഡ് ട്രാവൽ, അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് പോയിട്ട് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഇന്നൊരു ദിവസം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൃപാസനത്തെ കുറിച്ച് ഒരാൾ ചോദിച്ച ഒരു ഡൗട്ടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഡൗട്ട് ഇതായിരുന്നു. സാധാരണ നമ്മൾ ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു പള്ളിയിൽ നിന്നും പോകാൻ സാഹചര്യമില്ലാത്ത സ്ഥലത്ത്, ഫോർ ഇൻസ്റ്റൻസ് ലൈക്ക് ദ പേഴ്സൺ നമ്മളോട് ചോദിച്ച ആൾ സൗദി അറേബ്യയിൽ താമസിക്കുന്ന ഒരാളായിരുന്നു. ഉടമ്പടി ഓൺലൈൻ വഴി എടുത്തിട്ട് ഉടമ്പടി പാലിച്ചു പോകുന്ന ഒരാളായിരുന്നു. അപ്പൊ നമുക്കറിയാം, സൗദി അറേബ്യയിൽ പള്ളി പോകാന്നുള്ളത് സാധാരണ നടക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് അത്ര അറിയത്തില്ല. ബട്ട് എനിക്ക് തോന്നുന്നു പള്ളി കുർബാന കാര്യങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഈ കുർബാനയിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ ഇടവക പള്ളിയിൽ കുർബാന പങ്കെടുക്കണം, അല്ലെങ്കിൽ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ള നിബന്ധന പാലിക്കുക എന്നുള്ളത് എങ്ങനെയാണെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ് സംശയമായിട്ട്. അത് ശരിയാണ്. കാരണം നമ്മളിപ്പം പള്ളി ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് പള്ളിയിൽ പോകാന്നോ, അല്ലെങ്കിൽ കുർബാന ഇല്ലാത്ത സ്ഥലങ്ങളിൽ കുർബാനയ്ക്ക് പോകാന്നുള്ളത് തികച്ചും ഒരു പാടുള്ള ഒരു കാര്യമാണ് അല്ലേ. സോ നമ്മൾ ഓൺലൈനിലൂടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പാലിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറൊരു മാർഗ്ഗമല്ല. നമ്മൾക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലുള്ള കുർബാനകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. നമുക്ക് യൂട്യൂബിലൊക്കെ ഓൺലൈൻ കുർബാനകളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കുർബാനകൾ കണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിനൊരു ഓപ്ഷൻ ഉള്ളത്. അല്ലാതെ ഇപ്പം നമുക്ക് കുർബാന ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷെ ഓഫ്ലൈൻ ഉടമ്പടി എടുത്ത് നമ്മൾ ഉടമ്പടിയിൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ഇടവക പള്ളിയിൽ തന്നെ പോയിട്ട് കുർബാന കാണണം. അത് നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് എപ്പോഴാണ് കുർബാന കാണാൻ പറ്റുന്നത് അതനുസരിച്ച് പോകുക എന്നാണ്. അതുപോലെ ഞായറാഴ്ച കുർബാനകളിൽ തികച്ചും എല്ലാ ദിവസങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളൊരു നിബന്ധന കൂടിയാണ്. അപ്പം നാട്ടിലുള്ള ആളുകൾ, അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് ഉടമ്പടി എടുത്ത ആളുകൾ ഒരിക്കലും കുർബാനയിൽ സംബന്ധിക്കുന്ന ഒരു കാര്യം നിർത്തിക്കളയാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്താൻ പാടില്ല. പ്രത്യേകിച്ച് ഓർക്കാൻ, നമ്മുടെ നാട്ടിൽ നമുക്ക് സമയമുള്ളതുപോലെ നമ്മൾ കുർബാന, ഇപ്പോൾ ജോലിയിൽ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പറ്റുന്നവർ അങ്ങനെ തന്നെ പോവുക. അല്ലാത്തവർ ഞായറാഴ്ചകളിലും അതുപോലെ ഇട ദിവസങ്ങളിൽ ഏതൊക്കെ ദിവസങ്ങളാണോ പോകാൻ കുർബാനയ്ക്ക് പറ്റുന്നത് ആ ദിവസങ്ങളിൽ കുർബാനയിൽ പോയി സംബന്ധിക്കുക. അത് നമ്മുടെ ഇടവക പള്ളിയിൽ തന്നെ പോയി കുർബാന കാണണമെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനത്തെ സാഹചര്യം, ഇപ്പോൾ ജോലിയൊക്കെ ആയിട്ട് വേറൊരു സാഹചര്യമായിട്ട് മാറി നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തുള്ള കുർബാനകൾ കാണാം. പക്ഷേ മോസ്റ്റ്ലി നമ്മളോട് പറയുന്നത്, നമ്മൾ പള്ളിയിൽ പോക്ക് കുറവുള്ളവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ നിബന്ധനയോട് കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇടവക പള്ളിയിൽ തന്നെ, അവനവൻ്റെ ഇടവക പള്ളിയിൽ എല്ലാ കാര്യങ്ങളിലും, കുർബാനയോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും, അതുപോലെ നമ്മുടെ മീറ്റിങ്ങുകളിൽ, അങ്ങനെയുള്ള സർവ്വ കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടിയിൽ ഇരിക്കാമെന്നാണ് ക്ലാസ്സുകളിൽ പറയുന്നത്. ഇപ്പോൾ വിദേശത്തുള്ളവർക്ക് ഇതാണ് ഒരു ഓപ്ഷൻ. ഇപ്പോൾ കുർബാന ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ഓൺലൈൻ കുർബാന കണ്ട് ഉടമ്പടിയിൽ ഭാഗമാവുക. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പം നമുക്ക് ഓൺലൈനിൽ ഇപ്പം ഷാലോമിലൊക്കെ ഇഷ്ടംപോലെ കുർബാനകൾ അവൈലബിൾ ആണല്ലോ. അപ്പം നമുക്ക് അങ്ങനെയുള്ളത് കാണാം. അല്ലെങ്കിൽ യൂട്യൂബിൽ കുർബാനകളുണ്ട്. അത് നമ്മൾ കണ്ട് വളരെ ഭക്തിയോടും ഒക്കെ കൂടി നമ്മൾ കുർബാന കാണുക. അതുപോലെ തന്നെ കൺഫെഷൻ, ഇപ്പം നമ്മൾ കുമ്പസാരം എന്ന കുദാശയ്ക്ക് നമുക്കിപ്പം ഓൺലൈൻ പുറത്തുള്ള രാജ്യത്തുള്ള ആളുകൾക്കൊക്കെ എല്ലാ സ്ഥലങ്ങളിലും കുമ്പസാരം അവൈലബിൾ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇവിടെ കുമ്പസാരം അവൈലബിൾ ആണ്. നമുക്ക് ഇംഗ്ലീഷിൽ കുമ്പസാരം ഉണ്ട്. അത് ബുധനാഴ്ചകളിൽ കുമ്പസാരം നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ബുധനും ശനിയും കുർബാന കുമ്പസാരം അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കുമ്പസാരത്തിന് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ കുമ്പസാരം എന്ന കുദാശയും അതിനോടൊപ്പം തന്നെ പാലിച്ച് പോകണം എന്നാണ് ഉടമ്പടി പറയുന്നത്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പാലിച്ചുകൊണ്ട് തന്നെ ഉടമ്പടി പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. അതിനൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓൺലൈൻ ആയിട്ടുള്ള സർവീസുകൾ നമ്മൾ കൂടാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്ന അവസ്ഥ, നമ്മുടെ ഈശോയ്ക്ക് മാതാവിന് നമ്മുടെ അവസ്ഥ അറിയാം. അപ്പം നമ്മുടെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് ആ ഒരു ഉടമ്പടി ഒരു 100% എത്തിക്കാൻ പറ്റും, ആ രീതിയിൽ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാ സാഹചര്യവും കൂടെ ഒത്തു വന്നിട്ട് ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ടൊരു ഉടമ്പടിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ചില പേർക്കെങ്കിലും അത് ശ്രമകരമായിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ എങ്കിൽ കൂടിയും സാധിക്കുന്നവരൊക്കെ പൂർണ്ണമായിട്ടും ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് തന്നെ ഉടമ്പടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇതൊരു എക്സെപ്ഷനായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതിനെക്കുറിച്ചുള്ള ഡൗട്ട് ക്ലിയർ ആയി വിചാരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.
കൃപാസനത്തിൻ്റെ ഒരുപാട് വീഡിയോസ് നമുക്ക് നല്ല റിവ്യൂസ് വരുന്നുണ്ട്. ഒരുപാട് പേര് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒത്തിരി ആളുകൾ കൃപാസന അനുഭവം എന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒത്തിരി പേര് ജോയിൻ ആവുന്നുണ്ട്. അത് 24/7 നമ്മൾക്ക് എല്ലാ പ്രാർത്ഥനകളും കുരിശിൻ്റെ വഴി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പോകുന്ന വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് മസ്റ്റായിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 8921958862 എന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഹായ് വിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റിൻ ലൂയിസ് 22888611@gmail.com അതിലേക്കും ഒരു ഹായ് വിടാം. നമ്മൾ അതനുസരിച്ച് നമ്മുടെ ലിങ്കുകൾ അയച്ച് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാവുന്നതാണ്. വളരെ എല്ലാ ദിവസങ്ങളിലും പ്രെയറും ഒക്കെ അതുപോലെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമ്മൾ റിക്വസ്റ്റ് ഇടുന്ന സമയത്ത്, നമ്മൾ പ്രെയർ ഇൻറ്റൻഷൻസ് ഇടുന്ന സമയത്ത് നമ്മൾ അതനുസരിച്ച് എല്ലാവരും 118 പേരോളം ആയ ഗ്രൂപ്പിൽ. അപ്പോൾ അത്രയും പേര് നമ്മൾ ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു വളരെ കാര്യങ്ങൾ നിയോഗങ്ങൾ നടന്നു കിട്ടുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ പ്രത്യേകം ഓർക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വളരെ നല്ല ദിവസം ആശംസിക്കുകയാണ്. ബൈ, സീ യു ലേറ്റർ.